ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അമ്മമാർക്കും വേണ്ടിയിട്ട് കൂടിയാണ്. കാരണം അവർക്കും ഇതിലുള്ള ടിപ്സ് ഉപയോഗപ്പെടുത്തി ഭാവിയിൽ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അവർക്കിതൊക്കെ കെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പല രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, കൈത്തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരെയും ജോലിയിലുള്ള റിസ്ക്, പ്രഷർ, ടെൻഷനൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ചില ജോലികൾക്ക് ഹൈ റിസ്ക് ആയിരിക്കും, എന്നാൽ നല്ല രീതിക്കുള്ള പണം അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്ട്രെസ്സും ടെൻഷനും കൂടുതലായിരിക്കും. ചിലത് അത്ര സ്ട്രെസ്സും പ്രഷറും ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരുപാട് വർക്ക് ചെയ്താലാണ് കുറച്ച് പണമായിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ജോലികളുണ്ട്. ചില ജോലികളിൽ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഫുള്ളായി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഇപ്പോൾ സപ്പോസ് ഒരു പോലീസ് ഓഫീസറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ആ ജോലിയിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിലുള്ളവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായാലാണ് ആ ജോലിയിൽ നന്നായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ജോലി ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ, ജോലിയുടെ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലും വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്. അതായത് നല്ല റിച്ച് ആയിട്ടുള്ള സ്റ്റൈൽ വേണം, ഇല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വേണമെന്നുള്ളത്. ചിലർ പറയും എനിക്ക് കുറേ റിസ്ക്കും ടെൻഷനൊന്നും എടുക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ സിമ്പിളായിട്ട് ലൈഫ് സ്റ്റൈൽ മതി, ഉള്ളതിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നവരുണ്ട്. എന്നാൽ ചിലർക്ക് നല്ല രീതിക്ക് റിസ്ക്കും പ്രഷറൊക്കെ എടുത്ത് അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ച് നല്ല റിച്ച് ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലൈഫ് സ്റ്റൈലാണ് ഇഷ്ടം, അതനുസരിച്ച് ഉള്ളൊരു പ്രഷർ നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കേണ്ടി വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, സാക്രിഫൈസൊക്കെ ചെയ്തിട്ട് വേണം അതിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫാമിലിയായിട്ട് ഒന്നിച്ച് അത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് നമുക്ക് പോകാവുന്നതാണ്. രണ്ടാമതായിട്ട്, നമ്മൾ ജോലി ചെയ്യുന്നവർ മറ്റുള്ള ജോലി ചെയ്യുന്നവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലും ഒരു അർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വീട്ടിലെ സാഹചര്യം, ജോലിയുടെ സാഹചര്യങ്ങളും വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ജോലി ഇങ്ങനെയാണല്ലോ, അവരുടെ ജോലി എന്തെങ്കിലും എളുപ്പമാണ്, ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിലും നല്ലത് നമ്മുടെ ഉള്ള ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് അതെങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ വിചാരിച്ച പോലെ ആളുണ്ടാവില്ല, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മളെക്കാട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാം. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇനിയും വർക്ക് ചെയ്താൽ കുറേയും കൂടി കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ മൈൻഡിലുണ്ട്, എനിക്കറിയാം. കുറേയും കൂടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് കുറേയും കൂടി കാര്യങ്ങൾ, പക്ഷേ അതിലോട്ട് ഞാൻ കുറേ അധികം ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ ഫാമിലിയും എൻ്റെ മക്കളുടെ കാര്യങ്ങളും എനിക്ക് ബാലൻസ് ചെയ്ത് അത്രയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നറിയുന്നത് കൊണ്ട് ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിലും വിട്ടിട്ട് ഞാൻ ഓവർ സ്ട്രെയിൻ എൻ്റെ ജോലിയിലേക്ക് കൊടുക്കാറില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഒരുവിധം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പിന്നെ ഓവറായിട്ട് നമ്മൾ എന്തിനാണ് പ്രഷർ അടിക്കുന്നത് മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയിട്ട് അതുപോലെ ആവാൻ വേണ്ടിയിട്ട്. പലപ്പോഴും അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ ചെയ്യുന്നതൊന്നും പോരാ, ഇതിലൊന്നും തൃപ്തിയില്ലാതെ നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ജോലിക്ക് പോകുന്നത്. എത്രയോ പേര് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തവരുണ്ട്, സ്വന്തമായി വരുമാനം ഇല്ലാത്തവരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ജോലിയും അത്യാവശ്യം വേണ്ട ഒരു വരുമാനം ഉണ്ടെങ്കിൽ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് അതിലെങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാം എന്ന് ആലോചിക്കുക. ചെയ്യാത്ത കാര്യത്തിൽ വിഷമിക്കാതെ ഉള്ളതിൽ ഹാപ്പി ആവാനായിട്ട് പഠിക്കുക. മൂന്നാമത്തെ കാര്യം, പലർക്കും ജോലിയും ഉണ്ട്, ശമ്പളവും കിട്ടുന്നുണ്ട്. ചിലർക്ക് ശമ്പളം കിട്ടുന്നത് കുറവായിരിക്കാം, ചിലർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സാലറി ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വരുത്തി വയ്ക്കുന്ന എക്സ്പെൻസുകൾ, അതായത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് അത് നമ്മൾ അടച്ചു പോകണം. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന എക്സ്പെൻസുകൾ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പല കാര്യങ്ങളും കൊണ്ടുവരുന്നത് മറ്റുള്ള ലൈഫായിട്ട് കമ്പയർ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും ഇങ്ങനെ ചെയ്യണം, അവർക്ക് ഇത്രയും ഡ്രസ്സ് ഉണ്ടല്ലോ അപ്പോൾ എനിക്കും ഇങ്ങനെ വേണം, അവരുടെ മക്കൾ വലിയ സ്കൂളിലാണ് പഠിക്കണം അപ്പോൾ എൻ്റെ മക്കളും അതുപോലെ തന്നെ വേണം. അതുപോലെ തന്നെ നമ്മുടെ മക്കളായാലും ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കയ്യിൽ പണം അതിങ്ങില്ലെങ്കിൽ പോലും മറ്റുള്ള കുട്ടികൾക്ക് മറ്റുള്ള പാരൻസ് ചെയ്ത് കൊടുക്കണമെന്ന് ഓർത്തിട്ട് നമുക്ക് ഒരു കോംപ്ലക്സ് തോന്നി നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള വരുമാനം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലവുകളും അതോടൊപ്പം തന്നെ അത് നമുക്ക് ഇപ്പോൾ ഒരു ചിലവ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ നാളുകളായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണെങ്കിൽ രണ്ട് വട്ടം ആലോചിച്ചിട്ട് ചെയ്യാം, എനിക്കിത് ഇത്രയും നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. എന്നിട്ട് മാത്രം അങ്ങനത്തെ ഒരു എക്സ്പെൻസിലോട്ട് എടുത്ത് ചാടുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പല പല ചിലവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോലിയും ആ കിട്ടുന്ന ശമ്പളവും ഒരിക്കലും നമുക്ക് ഒന്നിനും തികയില്ല. അപ്പോൾ കിട്ടുന്ന സാലറിയും കുറവ്, അതിലുപരിയായിട്ട് ഒരുപാട് എക്സ്പെൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും. അപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ എന്തുണ്ടാവും, ജോലി മേഖലയിൽ നമുക്ക് നന്നായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, വീട്ടിലെ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് കിട്ടുന്ന സാലറിൻ്റെ ഉപരിയായിട്ടുള്ള ചിലവുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കോംപ്ലക്സും ഈഗോ ഒക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഈ ഉള്ളതിൽ വെച്ച് എങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്, മക്കളുടെ കാര്യങ്ങൾ കുറേ ഉണ്ട്, ജോലി മേഖലയിൽ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ട് എഴുതി വെച്ചു. ഇപ്പോൾ ഒരു 15 കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൂടി ചെയ്യാനായിട്ട് പറ്റില്ല. അത് ചെയ്താൽ തന്നെ അതൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, നമുക്ക് ഇറിറ്റേഷനും ആയിരിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നിരാശയാണ്, വിചാരിച്ച ഒരു കാര്യം ചെയ്തില്ലല്ലോ എന്ന്. അതിലും നല്ലത് എനിക്ക് തോന്നുന്നത് ചെയ്യാൻ സാധിക്കുന്ന 6-7 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ്. ബാക്കി എല്ലാം കൂടി ഒരു ദിവസത്തിൽ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ വീഡിയോസ് ആയാലും നിങ്ങൾ കണ്ടിട്ട് അയ്യോ ഞാൻ എന്തോരം ജോലി ചെയ്യണേ, ഞാൻ ജോലിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ, അങ്ങനെ ആലോചിക്കേണ്ട. കാരണം നിങ്ങളുടെ ജോലിയുടെ സാഹചര്യം വെച്ചിട്ട് ചെയ്യാനാകെ 5-6 കാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയല്ല കമ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റ്. അടുത്തൊരു വലിയ പ്രോബ്ലം, ഇപ്പോഴത്തെ ഒരു പ്രോബ്ലമാണത്, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. പലപ്പോഴും ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നാൽ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഫോണും ഇങ്ങനെ പിടിച്ചിരിക്കാൻ നല്ല രസമാണല്ലേ, നേരം പോകുന്ന അറിയില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരു ടൈം ലിമിറ്റ് വെക്കാം. ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു അരമണിക്കൂർ എൻ്റെ ഫോൺ നോക്കി അവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഫോൺ നോക്കിയിരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ നോക്കാതിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ പണികളൊന്നും ചെയ്ത് തീർക്കാതെ ഫോൺ നോക്കി കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ ഒരു കുറ്റബോധമാണ്, അയ്യോ പണിയൊന്നും തീർത്തിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്നും തീരാതെ അങ്ങോട്ട് ചെന്നിട്ട് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ആ ഇറിറ്റേഷൻ വരുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തേക്ക് വന്ന ദേഷ്യം വരും, അവരോട് നമ്മൾ വഴക്ക് പറയും. അതുപോലെ വൈകുന്നേരം എടുക്കാൻ നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഹസ്ബൻഡിനോട് വഴക്ക് കൂടും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പണികളൊന്നും കറക്റ്റ് തീർന്നിട്ടില്ല, ഫോൺ നോക്കി നമ്മൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നവർക്കും വീട്ടമ്മമാർക്കൊക്കെ ഉള്ള പ്രോബ്ലമാണ്. കാരണം വീട്ടിലെ കാര്യങ്ങളും ജോലി മേഖല എല്ലാം കൂടി നോക്കി നമുക്ക് മാത്രം നേരമില്ല, എന്നെ കെയർ ചെയ്യാൻ നേരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. പലപ്പോഴും നേരം ഇല്ലാണ്ടല്ല, മനസ്സില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. എൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. എനിക്ക് കുറച്ചൊക്കെ നേരമൊക്കെ ഉണ്ട് എൻ്റെ സെൽഫ് കെയറിന് വേണ്ടി, എനിക്ക് നേരമില്ലാണ്ടൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് വേറെ വല്ല കാര്യം ചെയ്യാനായിരിക്കും പ്രിഫറൻസ്. അപ്പോൾ ഞാൻ വീട്ടമ്മ ആയതുകൊണ്ട് വീഡിയോയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യം എല്ലാം കഴിഞ്ഞിട്ട് സെൽഫ് കെയർ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിലെ പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കും. കാരണം അയ്യോ അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അത് മനസ്സില്ലാണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാനൊക്കെ നമുക്കുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം ജോലിക്ക് പോകുന്നവരായാലും വീട്ടമ്മമാർക്കായുള്ള പ്രശ്നമാണ് ശരിയായിട്ട് ഉറങ്ങാത്തത്. അത് ഉറങ്ങാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പണികളെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രീ ആകുമ്പോഴാണ് നമ്മൾ ഫോൺ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുക. അങ്ങനെ അത് നോക്കിയിരുന്ന് നേരം പോണതേ അറിയില്ല. അങ്ങനെ നോക്കി നമ്മൾ ഏകദേശം ഉറക്കം വന്നു കഴിയുമ്പോഴാവും ഫോൺ ഓഫ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ പതിവ് പോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ടൈമിന് തന്നെ എഴുന്നേൽക്കണം. രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയമാണ് നമുക്ക് ഉറങ്ങാനായിട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ഉറക്കം കറക്റ്റ് അല്ലാണ്ടാവുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരോടും തട്ടിക്കയറാൻ തുടങ്ങും. കാരണം ഉറക്കം ശരിയാവാത്തതുകൊണ്ടാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അങ്ങനെ തന്നെ നമ്മൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവിടെയും ഫുൾ നെഗറ്റീവ് ആയിട്ട് ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എത്ര മണിക്കൂർ ഉറക്കം വേണം നമ്മൾ ആദ്യം തീരുമാനിക്കും. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അധികം നേരം ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ചിലർക്ക് ശരിക്കും ഉറങ്ങണം. അപ്പോൾ നമ്മൾ ഈ ഫോൺ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഉറക്കവും വരില്ല. അപ്പോൾ നമ്മൾ എത്ര തിരക്കുള്ള ദിവസമായാലും എങ്ങനെയായില്ല ജോലി എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ടൈം ഫോൺ നോക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല, അതിനോട് ടൈം വെച്ചിട്ട് അത് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് നോക്കുക. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖങ്ങളും ദേഷ്യവും ടെൻഷനൊക്കെ കുറയും. അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ പലപ്പോഴും വീട്ടിലുള്ളവരെ കൊണ്ട് മറ്റു ജോലികളൊന്നും അധികം ചെയ്യിപ്പിക്കാതിരിക്കുക, എല്ലാം കൂടി നമ്മൾ തലയിലെടുത്ത് വെക്കുക എന്നുള്ളത്. ഇത് വീട്ടമ്മയായാലും ജോലിക്ക് പോകുന്നവരായാലും നോക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ജോലിക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹസ്ബൻഡിൻ്റെ ജോലിയും നമ്മുടെ ജോലിയുടെ ടൈമിങ്, ജോലികൾ ചെയ്യുന്നതിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലവരുടെയൊക്കെ ഹസ്ബൻഡുകൾ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ, കുറേ അധികം സമയം റിസ്ക് എടുക്കുന്ന ജോലി, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വീട്ടിൽ വന്നാൽ സഹായിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ വർക്കിലോട് കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് വീട്ടിലെ ജോലി അധികം ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടമ്മമാരായിരിക്കും, അപ്പോൾ നമുക്ക് ചിലപ്പോൾ തന്നെ പണി ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം ചിലവരുടെയൊക്കെ ഹസ്ബൻഡിനൊക്കെ ജോലികൾ അത്രയും ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വീട്ടിൽ വന്നും കൂടി പണിയാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ചിലപ്പോൾ അവധി ദിവസങ്ങളിൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് ചെയ്യുക. അല്ലാതെ അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എൻ്റെ എന്താ ചെയ്യാത്തത് എന്നോർത്ത് വിഷമിക്കാതെ
ഓരോരുത്തരുടെയും ജോലികൾ വ്യത്യാസം ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ മക്കളെ ചെറുപ്പം മുതലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക. വലിയവരെ മാറ്റുകയാണെങ്കിലും കുറച്ചും കൂടി ഈസി ചെറിയ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലേ വളർത്തി കൊണ്ടുപോകാൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ അവരെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ പഠിപ്പിക്കുക. പലപ്പോഴും കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാ. ഒരു ടീനേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർക്കൊന്നും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അവരുടെ ദേഷ്യവും വാശിയും ഒന്നും നോക്കണ്ട. അവർ ചെയ്യുന്നതൊന്നും ചിലപ്പോൾ നന്നായിട്ടൊന്നും ചെയ്യില്ല. കാരണം നമ്മളിനി വിളിക്കാണ്ടിരിക്കാനേ, പണി ചെയ്യിപ്പിക്കാണ്ടിരിക്കാൻ അവർ മോശമായിട്ടൊക്കെ ചെയ്തു വയ്ക്കും. പക്ഷെ അതൊന്നും നോക്കണ്ട, നിങ്ങൾ വലിയ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, അവർ ചെയ്യണ പോലെ ചെയ്യട്ടെ. ജോലിക്ക് പോകുന്നവർക്ക് ആകെ കിട്ടുന്ന ഒരു ഫ്രീ ദിവസമാണ് അവർക്ക് കിട്ടുന്ന അവധി ദിവസം. അപ്പോൾ ആ ഒരു ദിവസം എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നാൽ പിന്നെ പോയി, ആ ദിവസം അങ്ങനെ പോയി. അങ്ങനെയൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ 4 കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നിങ്ങളുടെ ഡേ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആദ്യത്തേത്, ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഔട്ട്ഫിറ്റുകൾ ഏതാണെന്ന് നോക്കി അത് സെലക്ട് ചെയ്ത് അയൺ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് കൂടുതൽ ഇഷ്ടം അധികം അയണിങ് ആവശ്യമില്ലാത്ത ഡ്രസ്സുകളാണ് കേട്ടോ. പരമാവധി ചുളിവില്ലാതെ മടക്കി വെച്ചാൽ അത്രയും നന്നായി. രണ്ടാമതായിട്ട് നമ്മുടെ ഫ്രിഡ്ജും അതുപോലെ തന്നെ ഗ്രോസറിയും ചെക്ക് ചെയ്യുക. എല്ലാം കറക്റ്റ് ഇല്ലേ, ഇനി സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണോ, അതുപോലെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് മീൽ പ്ലാനിങ് ചെയ്യുക. ഒരാഴ്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ കറികൾ ഉണ്ടാക്കണമെന്ന് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക. എന്തായാലും ജോലിക്കാർക്ക് പ്രത്യേകിച്ചും അത് സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ്. ഇനി നാലാമതായിട്ട് വീട്ടിലെ ഏതെങ്കിലും ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ടും കൂടി നോക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം വീട് നമ്മുടെ നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ വീക്കെൻഡിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആ ഒരാഴ്ച കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി ജോലിക്ക് പോകുന്നവർ മീൽ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, ചിലവരിങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എല്ലാം ബോക്സിലാക്കി എല്ലാം എടുത്ത് വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല. ഞാൻ കൂടുതലും അപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യാറ്. ചെറിയ ഐറ്റംസൊക്കെ, അതായത് ചുവന്നുള്ളി വെളുത്തുള്ളി നന്നാക്കി വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ പച്ചക്കറികൾ മുഴുവൻ അരിഞ്ഞ് വെക്കലൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ജോലിയുള്ള ദിവസങ്ങളിൽ പരമാവധി സിമ്പിളായിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമായിരിക്കും സ്പെഷ്യൽ കഴിക്കുന്നത്, നമുക്കും അതെ. പക്ഷേ അത് എല്ലാ ദിവസവും ചെയ്യാൻ പോയാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അവധി ദിവസം സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം നമുക്കൊരു റുട്ടീൻ സെറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ജോലിക്കാർ അവർ റുട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മുടെ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടല്ലേ. 24 മണിക്കൂറിൽ നമ്മൾ 8 മണിക്കൂർ എക്സാമ്പിൾ വിചാരിക്കുക ജോലി ചെയ്യുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയും വരവും പോക്കും ഒക്കെ ആയിട്ട് 2 മണിക്കൂർ മാക്സിമം ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7 മണിക്കൂർ നമ്മുടെ ഉറക്കത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതെല്ലാം നിർബന്ധമായിട്ടും ജോലിക്കാർക്ക് ഈ ടൈം പോവും. ഇനിയുള്ള 7 മണിക്കൂർ മാത്രമാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടിയിട്ടും മാറ്റി വെക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയമാണ് നമ്മൾ നല്ല രീതിക്ക് മാനേജ് ചെയ്യേണ്ടത്. ഈ ഒരു 7 മണിക്കൂർ അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മാനേജ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ കട്ട് ചെയ്യുക. ഇപ്പോൾ രാവിലെ ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, ലഞ്ച് ഉണ്ടാക്കാനായിട്ട്, റെഡി ആയിട്ട് ഓഫീസിൽ പോകാൻ അങ്ങനെയൊക്കെ ആയിട്ട് സമയം ആവശ്യം വരും. അപ്പോൾ അത്രയും ടൈം ആ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 6 മണിക്കോ 7 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ ചായയൊക്കെ കുടിച്ച് മക്കളുടെയും ഫാമിലിയുടെയും കൂടിയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ തുണികൾ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ വാഷ് ചെയ്തിടുക. തുണികൾ ഫോൾഡ് ചെയ്യാനായിട്ട് കുറച്ച് തുണിയെങ്കിലും TV കണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഫോൾഡ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ മക്കളെ പഠിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കണമെങ്കിൽ അതൊക്കെ നോക്കുക. ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർ തനിയെ പഠിക്കാനായിട്ട് തുടങ്ങട്ടെ. കിട്ടുന്ന മാർക്ക് മതി, പക്ഷെ അവർ തനിയെ പഠിക്കാനായിട്ട് തുടങ്ങണം ഒരു പ്രായം എത്തുമ്പോൾ. അപ്പോൾ അതുവരെ നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവരെ സ്വയം പഠിപ്പിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെ കാര്യം ജോലിക്കാര്യം അവരുടെ കാര്യം എല്ലാം കുറേ വലുതാവണ വരെ നോക്കാമെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികൾ തന്നെയാണ് ഞങ്ങൾ വൈകുന്നേരവും കഴിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടി നോക്കുക. വൈകുന്നേരം കുറച്ച് നേരമൊക്കെ TV അല്ലെങ്കിൽ ഫോണൊക്കെ ഒന്ന് കണ്ട് അത് കഴിഞ്ഞ് അതൊക്കെ ഓഫ് ചെയ്ത് വെച്ച് പ്രാർത്ഥിച്ച് നേരത്തെ തന്നെ ഉറങ്ങുക. ഒരു 7 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ദിവസം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടും ജോലിയും മക്കളെയും ഒക്കെ ഒരുവിധം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. എല്ലാത്തിലും പെർഫെക്ഷൻ അല്ലല്ലോ നമുക്ക് വേണ്ടത്, എല്ലാം ഒരുവിധം ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യവും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.